ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു സ്കൂളി ബയോളജി ക്ലാസ്സസ്. ഇപ്പം നമ്മൾ ഇന്ന് 5th ചാപ്റ്റർ ആയിട്ടുള്ള റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആണ് നോക്കാൻ പോകുന്നത്. പ്രത്യുൽപാദന ആരോഗ്യം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എക്സാമിന് അധികം ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ മിസ് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബയോളജി എന്ന് പറയുമ്പോൾ എന്താണ്, ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം പഠിക്കുമ്പോൾ നമ്മൾ അത് ലൈഫിൽ ജീവിതത്തിലും കൂടി അത് ആപ്ലിക്കബിൾ ആക്കുന്ന സമയത്താണ് കൂടുതലും അതിന് എഫക്റ്റ് കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ വരെ അതാണ് ഏറ്റവും എളുപ്പം. ഓക്കെ, ബൈ ഹാർട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം എന്താണ്, ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ആലോചിച്ച് പഠിക്കുന്ന സമയത്ത് കൂടുതൽ മനസ്സിൽ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഓക്കെ, നോക്കിയേ, ജെൻഡർ ജസ്റ്റിസ് ആൻഡ് സെക്സ്, ലിംഗനീതിയും ലിംഗഭേദവും, അതായത് മെൻ വിമൻ ഇക്വാലിറ്റി, ആ കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. ദെൻ മദർഹുഡ്, മാതൃത്വം, ഹെൽത്തി പ്രഗ്നൻസി, ആരോഗ്യകരമായ ഗർഭകാലം, ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് മിൽക്ക്, മുലപ്പാലിൻ്റെ പ്രാധാന്യം, ഫീറ്റൽ ഗ്രോത്ത്, ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച, ആൻറ്റിനാറ്റൽ കെയർ, ഗർഭകാല പരിചരണം, വാക്സിനേഷൻ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, ലൈംഗിക പരമായിട്ടുള്ള അസുഖങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആക്ച്വലി മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞു തുടങ്ങാം. അതായത് നിങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള ഒരു ഏജ് ഉണ്ടല്ലോ, എല്ലാവരുടെയും ഏജ് ഒന്ന് ആലോചിച്ചെടുത്തേ. മോസ്റ്റ് ഓഫ് ദ ഗേൾസ് വിൽ ബി 13-14 ഇയേഴ്സിൻ്റെ ഇടയിലായിട്ടായിരിക്കും നിങ്ങളെല്ലാവരും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ടൈം നോക്കി, നമ്മുടെ 13 മുതൽ നോക്കുക. 13, 14, 15, 16, 17, 18, 19. 18 എന്നിൽ എൻഡ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ടീനേജ് അഥവാ കൗമാരകാലം, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് പറയുകയാണെങ്കിൽ അതിനെ അഡോളസൻസ് പീരീഡ് എന്നാണ് പറയുക. അഡോളസൻസ് പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ്, നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും അല്ലെങ്കിൽ ഒരുപാട് ഇൻഫ്ലുവൻസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ടൈമിലാണ്. ലൈക്ക് നമ്മൾ ഇന്നത്തെ ഈ എറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഫോണിൻ്റെ ഒരു ടൈമാണ്, ഫോണിൻ്റെ കാലമാണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഷോർട്സ്, റീൽസ്, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ഡെയിലി സ്ക്രോൾ ചെയ്തുകൊണ്ട് വിടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്താ, അതിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് നമ്മൾ ടീനേജേഴ്സിനെ അതിന് എന്തുണ്ടായിരിക്കും, പെട്ടെന്ന് നമ്മളത് അഡാപ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കൺഫ്യൂഷൻ, ലൈക്ക് അവർ ചെയ്യുന്ന ആ ഇൻഫ്ലുവൻസസ് ചെയ്യുന്നതെല്ലാം സൂപ്പറാണ്, അവരെല്ലാം പെർഫെക്റ്റ് ആണ് എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് അവർ ഇടുന്ന ഡ്രസ്സ്, അവരുടെ മേക്കപ്പ്, ബ്യൂട്ടി എല്ലാം നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ നമ്മളുടെ അതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ലോസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇൻഫ്ലുവൻസിങ് മൈൻഡ് അല്ലെങ്കിൽ അഡാപ്റ്റിംഗ് കപ്പാസിറ്റി കൂടുതലായിട്ട് നമ്മളിങ്ങനെ അങ്ങനത്തെയുള്ള അഡാപ്റ്റേഷൻ ഒക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഈ അഡോളസൻസ് പീരീഡിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ കൗമാരകാലത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആക്ച്വലി നല്ല കാര്യങ്ങളും ഉണ്ട് അല്ലേ, സോഷ്യൽ മീഡിയാസിൽ നിന്ന് കിട്ടുന്ന നല്ല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ റോങ് ആയിട്ടുള്ള കാര്യങ്ങളോട് നോ എന്ന് പറയാൻ, നോ ടു വാട്ട് ഇസ് റോങ്, അത് നമ്മൾ കമ്പൾസറി ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പീരീഡിൽ നമുക്ക് ഉണ്ടായിരിക്കും ചില കുട്ടികൾ എങ്ങനെയാ ഉണ്ടാവാം, ലൈക്ക് അവരുടെ മനസ്സിലുണ്ടാകും ഇവരോട് നോ പറഞ്ഞാൽ അവർക്ക് സങ്കടമാവോ വിഷമാവോ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് ശ്രദ്ധിക്കുക, നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞാലേ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുള്ളൂ. ചിലർ എന്തിനോടും ഒരു ലൈക്ക് അഗ്രസീവ് ബിഹേവിയർ ആയിരിക്കും കാണിക്കുക ടീനേജിൽ. നമ്മളുടെ വേസ്റ്റ് ഫേസ് കാണാൻ പറ്റുക വീട്ടുകാർക്ക്, എന്താണ്, അച്ഛനും അമ്മയ്ക്കും സിബ്ലിങ്സിനും ഒക്കെ, പാരൻസിനും സിബ്ലിങ്സിനും ഒക്കെ നമ്മളുടെ വേഴ്സ്റ്റ് ബിഹേവിയർ കാണാൻ പറ്റുക ഈ കൗമാരകാലത്താണ്, അഡോളസൻസ് പീരീഡിലാണ്. ഇപ്പൊ നിങ്ങൾ അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാരൻസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ലൈക്ക് നോ, ലൈക്ക് അമ്മയുടെ തിരിച്ചെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയെന്ന് വെറുതെ നമ്മൾ ഓരോന്ന് തിരിച്ച് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അനുസരിക്കാതിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഈ ടീനേജിൽ വരുന്ന ഈ ഒരു മൈൻഡ് സെറ്റിൽ, ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ഒക്കെയാണ്. അപ്പോൾ ആ ടൈമിൽ പ്രോപ്പർ ഗൈഡൻസും അതേപോലെ തന്നെ ഒരു
അഡ്വൈസസ് ഗിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോളജ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല, ഇത്തരത്തിലൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മളുടെ ഈ ഫസ്റ്റ് ടേമിൽ പറയുന്നത്. അഡോളസൻസ് ഷുഡ് ബി ദ സ്റ്റേജ് ടു ഡിസേൺ അൺഡിസൈറബിൾ ജസ്റ്റസ് ലൈക്ക് ഗേസ്, ടച്ച്, ഫിസിക്കൽ ടെംപ്റ്റേഷൻസ്. ലൈക്ക് നിങ്ങൾക്ക് അറിയാം അല്ലേ, ഈ അഡോളസൻസ് പീരീഡിലാണ് കൂടുതൽ റേപ്പ് കേസുകളൊക്കെ നോട്ട് ചെയ്യാറുള്ളത്. ലൈക്ക് സ്കൂൾ സ്റ്റുഡൻസിന്റെ ഇടയിലാണെങ്കിലും അവരെ ബാക്കിയുള്ളവർ ലൈക്ക് സെക്ഷലി വയലൻസ് ഒക്കെ കാണാൻ കേൾക്കുന്നത് നമ്മൾ ന്യൂസ് ഈ ഒരു പീരീഡിലാണ്, അഡോളസന്റ് പീരീഡിലെ കുട്ടികളാണ് അവർ അതിന് ഇരകളാക്കാറുള്ളത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ ബാക്കിയുള്ളവരുടെ ഗെയ്സ്, നോട്ടവും ഫിസിക്കൽ ടെംപ്റ്റേഷനും ഒക്കെ നമ്മൾ ടച്ച് ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അത് ബെനിഫിറ്റ് ആണ്. നമുക്ക് അതിനോട് നോ പറയാനുള്ള ഒരു സ്ട്രോങ് എന്താ വരും, ടെംപ്റ്റേഷൻ ഉള്ളത് നമ്മൾക്ക് ആ ഒരു കറക്റ്റ് നോളജ് ഉണ്ടെങ്കിൽ പോസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ കുറച്ചുകൂടെ അവെയർ ആവുക, അത്തരം കാര്യങ്ങൾ ലൈഫിൽ പ്രാക്ടിക്കൽ ആക്കി വെക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കൺഫ്യൂഷൻ ആകുന്ന ഏരിയ അല്ലേ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ കാര്യമാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ ആദ്യം പാരൻസ്, സിബ്ലിങ്സ്, ഫ്രണ്ട്സ്, അങ്ങനെ ആരോടെങ്കിലും ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. കാരണം ഈ ഒരു പീരീഡിൽ തന്നെയാണ് കൂടുതൽ സ്കൂൾ കുട്ടികൾ, സ്കൂൾ സ്റ്റുഡൻസ് എന്താവാറ്, ഡ്രഗ് അഡിക്ഷൻ, ഫോൺ അഡിക്ഷൻ, അല്ലെങ്കിൽ റൂഡ് ബിഹേവിയറിനൊക്കെ കാരണമാവാറുള്ളത്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. ഇപ്പോൾ കൗമാരകാലത്തെ പ്രശ്നങ്ങളാണ് നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്നത്. അപ്പോൾ ഈ അഡോളസെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? അഡോളസെൻസ് ഇപ്പൊ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ, മിസ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയാണ് ഈ അഡോളസെൻസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ ഞാൻ മിസ് പറഞ്ഞിട്ടുള്ളത്. എക്സാമിന് വന്നാൽ എങ്ങനെയാണ് എഴുതേണ്ടത്? അഡോളസെൻസ് ടൈം ഓഫ് ഗ്രോത്ത് ആൻഡ് ചേഞ്ച്, വളർച്ചയുടെയും മാറ്റത്തിന്റെയും കാലമാണ് കൗമാരം എന്ന് പറഞ്ഞാൽ. ഓക്കെ, വളർച്ചയുടെയും മാറ്റത്തിന്റെയും കാലമാണ് കൗമാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സോ ഇതൊരു ഫിസിക്കൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ആ ടൈമിൽ ടീനേജ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങളുടെ ബോഡിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് ചേഞ്ചസ് ഉണ്ടായിരുന്നുണ്ടായിരിക്കും. ലൈക്ക് നിങ്ങൾക്ക് ഫേഷ്യൽ ഹെയർസ്, ബോയ്സ് ആണെങ്കിൽ ഫേഷ്യൽ ഹെയർസ്, മോസ്റ്റേഷ് വരുന്നുണ്ടായിരിക്കും, ബേഡ് ചെറുതായിട്ട് താടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു രോമങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ദെൻ വോയിസ് ചേഞ്ച് ചെയ്യുന്നുണ്ടായിരിക്കും ബോയ്സിൽ. ദെൻ ഗേൾസ് ആണെങ്കിലോ അവർക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ടായിരിക്കും. ദെൻ ലൈക്ക് പ്രൈവറ്റ് പാർട്സിലൊക്കെ ഹെയർസ്, അങ്ങനെയുള്ള ഡെവലപ്മെന്റും ഒക്കെ ഫിസിക്കൽ ശാരീരിക വളർച്ചയും വികാസവും ഒക്കെ ഈ സമയത്ത് നടക്കും. അതുപോലെ തന്നെയാണ് ഈ സെക്ഷൽ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ലൈംഗിക വളർച്ചയും വികാസവും നടക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ ഉള്ള ചേഞ്ചസ്, ലൈക്ക് ഗേൾസിലാണെങ്കിൽ മെയിൻ ചേഞ്ച് ആണ് മെൻസ്ട്രുവേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ പീരീഡ്സിന്റെ സ്റ്റാർട്ടിങ് ഒക്കെ നടക്കുന്നത് ഈ അഡോളസെൻസ് പീരീഡിലാണ്. ദെൻ സോഷ്യൽ ആൻഡ് ഇമോഷണൽ ചേഞ്ച്, സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങളൊക്കെയാണ് ഇതിൽ. നിങ്ങൾ മിസ് പറഞ്ഞില്ലേ ബിഹേവിയറിൽ ചേഞ്ച് ഉണ്ടാവുമെന്ന്. അപ്പൊ ആ സ്വഭാവത്തിൽ വരുന്ന ചേഞ്ച്, സാമൂഹികവും വൈകാരികവുമായ മാറ്റങ്ങൾ, നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടം വരും, പെട്ടെന്ന് നിങ്ങൾ അഗ്രസീവ് ആകും. ചിലവർ ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ആൾക്കാരായിരിക്കും. ആ ഒരു ടൈമിൽ പാരൻസിന് ചിൽഡ്രനെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ലൈക്ക് എന്തിനാണ് അഗ്രസീവ് ആവുന്നത് അവർക്ക് മനസ്സിലാവില്ല. ചെറിയ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ദേഷ്യം പിടിക്കുന്നുണ്ടാവാം. അതുപോലെ തന്നെ ചിലവർ വളരെ ഇമോഷണൽ ആവുന്നുണ്ടാകും. എന്തെങ്കിലും ആരെങ്കിലും ഫ്രണ്ട്സ് എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് കരയുന്നവരുണ്ടാവാം. ഈ ടൈമിലാണ് സൂയിസൈഡൽ ടെൻഡൻസി വരെ കുഞ്ഞുങ്ങൾക്ക് കൂടുന്നത്. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഓക്കെ, നോക്കിയേ എന്താണ് മെയിൻ ചേഞ്ച് എന്ന് മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? പ്യൂബേർട്ടി എന്നുള്ളത് ബോയ്സിൽ, ലൈക്ക് പ്യൂബേർട്ടി അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുക എന്തായിരുന്നു, കൗമാരം എത്തിപ്പെടുക എന്നുള്ളത്, പ്രത്യുൽപാദന ശേഷി കൈവരിക്കുന്നത് എപ്പോഴാണ്? ആൺകുട്ടികളിൽ, ബോയ്സിൽ
സെമൻ പ്രൊഡക്ഷന്റെ ടൈമിലാണ്. സെമൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ശുക്ല ഉൽപാദനം. പ്രൊഡക്ഷൻ ഓഫ് സെമനെ നമ്മൾ മലയാളത്തിൽ ശുക്ല ഉൽപാദനം എന്നാണ് പറയുന്നത്. അപ്പോൾ സെമൻ പ്രൊഡക്ഷൻ ആണ് മെയിലില് പ്യൂബേർട്ടി എത്തി, ലൈക്ക് അവര് എന്താണ് ഫിസിക്കലി പ്രത്യുൽപാദന ശേഷി കൈവരിച്ചു എന്ന് കാണിക്കുന്ന ഒരു സ്റ്റേജ് എന്താണ്? സെമൻ പ്രൊഡക്ഷൻ ആണ്. ആ ഒരു മാർക്ക് സെമൻ പ്രൊഡക്ഷൻ ആണ്. ശുക്ല ഉൽപാദനത്തിന്റെ സ്റ്റാർട്ടിംഗ് ആണ് അവർ പ്യൂബേർട്ടി ആയി എന്ന് മനസ്സിലാക്കുന്നത്. ഗേൾസിലാണെങ്കിൽ മിസ് നേരത്തെ പറഞ്ഞു മെൻസ്ട്രേഷൻ. ഓക്കെ, പീരീഡ്സ് ആർത്തവം ആരംഭിക്കുന്നതിലൂടെയാണ് ഗേൾസ് എന്താണ് പ്യൂബേർട്ടിയിലേക്ക് മെച്ചുവേർഡ് ആയി, സെക്ഷലി മെച്ചുവേർഡ് ആവുന്നു എന്ന് പറയുന്ന കാര്യം. സോ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്, ഈ ഒരു പീരീഡിൽ എന്താണ് ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ്, ശരീരങ്ങളിൽ മാറ്റങ്ങൾ ഒരുപാട്, ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്യൂബേർട്ടി ആവുന്നതോടുകൂടി ബോയ്സിലാണെങ്കിൽ എന്തൊക്കെ ചേഞ്ച് വരുന്നത്? അവരുടെ ലൈംഗിക അവയവങ്ങൾ, പ്രത്യുൽപാദന അവയവങ്ങൾ പെട്ടെന്ന് ലൈക്ക് വികസിക്കാൻ തുടങ്ങും. വികാസവും വേഗത്തിലാകും. അവരുടെ വികാസവും വളർച്ചയൊക്കെ വേഗത്തിലാവും. ഡെവലപ്മെന്റ് സ്പീഡപ്പ് ആവും. ഓക്കെ, അവരുടെ നിങ്ങൾക്ക് അറിയാലോ ബോയ്സിലെയും ഗേൾസിലെയും പ്രൈവറ്റ് പാർട്സ് എന്തൊക്കെയാണ്, സെക്ഷൽ ഓർഗൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഒരു പാർട്സ് എന്താകും? ഈസിലി സ്പീഡപ്പ് ആവും. ലൈക്ക് അതിന്റെ ഡെവലപ്മെന്റ് സ്പീഡപ്പ് ആവും. അതിലൂടെ സെമൻ പ്രൊഡക്ഷൻ, ശുക്ല ഉൽപാദനം തുടങ്ങുന്നുണ്ട്. ദെൻ ഇറക്ഷൻ ഓഫ് പെനിസ് ഒക്കേഴ്സ് ആസ് എ ബ്ലഡ് ഫ്ലോ ഇൻക്രീസസ്. അപ്പോൾ ആ ഒരു ടൈമിൽ എന്തുണ്ടാവും? പെനിസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, രക്ത ഓട്ടം കൂടും. ആ കൂടുന്നത് കൊണ്ട് ആ സ്റ്റേജിലാണ് ഇജാക്കുലേഷൻ നടക്കുന്നത്. ഓക്കെ, ഇജാക്കുലേഷൻ ആ ഒരു ടൈമിൽ, സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ സ്ലീപ്പ്, ലൈക്ക് രാത്രിയിൽ ഉറങ്ങുന്ന സമയത്തൊക്കെ ഇജാക്കുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും, ശുക്ലോത്പാദനം നടക്കുന്നുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള നാച്ചുറൽ ഫിസിക്കൽ ചേഞ്ചസും ഗ്രോത്തും ഒക്കെ നടക്കുന്ന കാര്യമാണ് എന്ത് പറയുന്നത്? നമ്മളുടെ ആൺകുട്ടികളിൽ നടക്കുന്ന ലൈംഗിക എന്താണ് മാറ്റം എന്ന് പറയുന്നത്. ഇനി പെൺകുട്ടികളിൽ നിങ്ങൾക്ക് അറിയാലോ, അത് ആൺകുട്ടികളിൽ നമ്മൾ ശുക്ല വിസർജനം, ഇജാക്കുലേഷനെ പറ്റി പറഞ്ഞു. പെൺകുട്ടികളിൽ എന്താണ്? പെൺകുട്ടികളിൽ നടക്കുന്നത് ആക്ച്വലി മെൻസ്ട്രൽ സൈക്കിൾ ആണ്, ആർത്തവ ചക്രം. ഓക്കെ, അറിയാലോ ആ ഒരു ടീനേജിൽ അവർ പീരീഡ്സ് ആകും. നിങ്ങൾക്ക് പ്രൈവറ്റ് പാർട്സ് നിന്ന് എന്ത് ചെയ്യും? ബ്ലീഡിങ് വരുന്നതായിട്ട്, ബ്ലഡ് വരുന്നതായിട്ട് കാണും. അപ്പോൾ പലർക്കും വീട്ടിൽ നിന്ന് അമ്മ ആ ഒരു ടൈം ആകുന്ന സമയത്ത് പാരൻസ് ലൈക്ക് മദർ നേരത്തെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. ചിലവർ പെട്ടെന്നായിരിക്കും അവർക്ക് പീരീഡ്സ് എത്തുന്നത്, അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കാം. മോസ്റ്റ് ഓഫ് ദ ഗേൾസും ഇപ്പോൾ ഈ ഒരു 9th ക്ലാസ്സിലൊക്കെ എത്തുന്ന സമയത്തോടുകൂടി പീരീഡ്സ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇൻ കേസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് നിങ്ങളുടെ ബോഡിയിൽ നാച്ചുറലി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിലൊട്ടും പേടിക്കാനുള്ളതല്ല. അപ്പോൾ ഓവുലേഷനും മെൻസ്ട്രേഷനും ഒക്കെ എന്താണ് എന്നാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഇതാണ് മിസ് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആവാനുള്ള റീസൺ എന്താണ്? ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോയ്സിൽ ഈ ഇജാക്കുലേഷൻ, ശുക്ല വിസർജനം നടക്കുന്ന പോലെ തന്നെ ഗേൾസിൽ അവരുടെ പ്യൂബേർട്ടി എത്തിയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓൺസെറ്റ് മാർക്കാണ് മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവ ചക്രം. ത്രൂ ഔട്ട് ദ ലൈഫ് അവർക്ക് ഉണ്ടായിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള പോയിന്റ്സ്. ഇത് വളരെ ലൈറ്റായിട്ട് മിസ് ജസ്റ്റ് എന്താണ് അഡോളസെൻസിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്ന് വളരെ ചുരുക്കപ്പെട്ടിട്ടായിട്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മുടെ സ്കൂളിൽ ക്ലാസ്സസിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യാണ്. ബാക്കി നമ്മൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ബയോളജിയുടെ ഒരു വലിയ ലോകത്തേക്ക് മിസ് നിങ്ങളെ എത്തിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ, ബൈ.